റോസ്ബെന്നി എന്നെ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈശോയോട് പറഞ്ഞത്, ഈശോ എൻ്റെ പാഠശേഖരത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങൾക്കിത് തന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവരുടെ ഹോസ്റ്റൽ ഫീസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നെപ്പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാഠശേഖരങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അവരും എന്നേക്കാൾ കടക്കാരായിരിക്കും മിക്കവാറും. അതാണ് പ്രശ്നം. അതാണ് ഈ അകമോ എന്ന് പറഞ്ഞത്. അകമോ എന്ന് പറഞ്ഞത് വെച്ചാൽ അകം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റോസ്ബെന്നിയെ സംബന്ധിച്ചത് ഈ പ്രാർത്ഥന ദൈവത്തിൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അകം ഓക്കെയാണ്. ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി, ബാക്കിയെല്ലാം നശിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് അകമോ. കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലേ? കവർച്ച ചെയ്താൽ നമ്മൾ മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവരെല്ലാം ഗതി പിടിക്കാതെ പോരണം. ഇവർ പറയണ കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ലെന്ന് പറയണം. ഇപ്പം എങ്ങനെ സംഭവമല്ലേ? അതാണ് വിഷയം വേണ്ടത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജാതിയും സ്പർദ്ധയും എല്ലാം കയറി വരുമ്പോൾ അകം മോശമാവും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈശോ ഈ അകമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അകം മോശമാണെങ്കിൽ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല. അകം മോശമാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കത്തില്ല. അതാണ് 2:24 യോഹന്നാന്റെ സുവിശേഷം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ഒന്നിട്ട് പറഞ്ഞു നോക്കണം, മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ശുപാർശ നടക്കത്തില്ലെന്നായി പറയണത്. അതല്ലേ പറയണത്. മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമില്ല. എന്താ കാര്യം? ഇപ്പം നമ്മളിവനെ ശുപാർശ ചെയ്താലും ഇവൻ കയ്യിരിപ്പ് മോശമാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഉള്ള് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. നിങ്ങളത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഉള്ളു കറക്റ്റ് ചെയ്യണം. എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും അവരുടെ പാപത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളു കറക്റ്റ് ചെയ്യണം. കാര്യം ഉള്ളു കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം വേണം. അവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉള്ള വായി നോക്കികളെല്ലാം കയറി ആ 1-ാം സ്ഥാനത്ത് കയറിയിരിക്കും. നിങ്ങളെ അറിയത്ത് പോലും ഇല്ല. അവിടെ നിങ്ങൾ പള്ളിയിൽ പോകാൻ പോലും ഒരു സമ്മതിക്കത്തില്ല. ഞാൻ എന്ത് പോണില്ല, നീ പോകണ്ടെന്ന്. ഇവർ പള്ളിയിൽ പോണത് എന്തിനാണ്? അവിടെ ലൈനടിക്കാൻ പോണതാണ് പള്ളിയുടെ അടുത്ത്. ഒരുത്തൻ ഞാൻ ഒരു വാടക്കലെന്നും പറഞ്ഞൊരു ഇടവകയിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു. അപ്പം ഞാൻ ഇടവക വികാരിയായ കാരണം രാത്രി പോകും, മരിപ്പ് വീട്ടിൽ അടക്കത്തിൻ്റെ സമയത്തും പോകും. പിന്നെ അടക്കി കഴിഞ്ഞ് 2 ദിവസം പോകും. കാര്യം അടക്കി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. കാര്യം ആ സമയത്താണ് ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോയിട്ട് ഇവർ ഒറ്റയ്ക്ക് മരിപ്പ് വീട്ടുകാർ ഒറ്റയ്ക്കിരുന്ന് തേങ്ങണ കാണാം. അപ്പോൾ നമ്മൾ പള്ളിക്കാർ പോയി അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കൊടുക്കണം അവർക്ക്. അത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മരിപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അതായത് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല ചെല്ലണത് തന്നെ.
ചെല്ലണത് തന്നെ മരിപ്പ് വീട്ടിൽ പോയിട്ടും വാച്ചിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ ഉള്ളത്, നമ്മുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. എപ്പോൾ അടക്കാൻ പറ്റും, അച്ഛൻ മന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കണ കാണാൻ ആൾക്കാർ. ഇതിങ്ങനെ കണ്ടല്ലേ ഈ മരിപ്പ് 3 മണിക്ക് അടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം ഇതിങ്ങനെ കാണിക്കണ കാണാം. നമ്മളവർക്കും വല്ല പാർക്കിൻസൺസും ആണെന്ന്. പാർക്കിൻസൺസ് അല്ല, സമയത്തിട്ട് നോക്കണതാണ് വാച്ച്. അച്ഛൻ വന്നില്ലെന്ന്. ഇത്രയുള്ള ബന്ധുക്കളൊക്കെ മര്യാദക്ക് ദൈവമായിട്ടൊരു പിടിപാടുണ്ടാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ 1-ാം സ്ഥാനത്ത് കരുവിക്കുന്ന ആൾ ഒന്നും ഉതകത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പം തന്നെ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ, അപ്പം നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വരിഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിൽ ഇരിക്കും. നമ്മളത് ഭയങ്കര ഗമയായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യും. മനുഷ്യൻ എന്തുമാത്രം വിഡ്ഢിയാണെന്നറിയാമോ? അപ്പം ഞാനീ വീട്ടിൽ ചെന്ന്, അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഒരു ടീച്ചറാണ്, എൻ്റെ മകനാണ് മരിച്ചു കിടക്കണ ഓട്ടോറിക്ഷ ഇടിച്ച്. അപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഒരു കുരിശ് ഇവനെ രക്ഷിച്ചില്ലെന്ന്. അപ്പോൾ എനിക്കിട്ട് പാരപണിയാണ്, മരിപ്പിൻ്റെ ഇടയ്ക്ക് അച്ഛനിട്ട് പണി കൊടുക്കണവരെ. അവർ പറഞ്ഞു, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഉറക്കിയത് കുഞ്ഞുനാൾ മുതൽ, ഒരു കുരിശും അവനെ രക്ഷിച്ചില്ലെന്ന്. ഇതാണ് ബേസിക് അവരുടെ. എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് കുരിശൊന്നും രക്ഷിക്കാഞ്ഞെന്ന്. അത് എനിക്കവിടെ പറയാൻ പറ്റുമോ? ഇവർക്ക് ഞാനവിടെ കക്ഷിയല്ലല്ലോ അതിൻ്റെ അകത്ത്. എന്താ സംഭവിച്ചത്, ഇവൻ അവിടെ നിന്ന് പോരണത്, വീട്ടിൽ നിന്ന് പോന്നിട്ട് ഈ കുർബാന ഉയർത്തുന്ന സമയത്ത് എല്ലാം ഒരു ലൈനുണ്ട്, അവളെ വിളിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ട് പള്ളിയുടെ മണിമാരുടെ മുകളിലൊക്കെ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. പ്രൊട്ടക്ഷൻ പോയി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നിറങ്ങിയ നേരം വിളിക്കുമെന്ന് വിചാരിക്കരുത്. കാര്യം നമ്മൾക്ക് ദൈവം നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവം നമ്മുടെ പ്രൊട്ടക്ഷനുണ്ട്. നമുക്ക് പുറകിൽ കണ്ണില്ലെന്ന് എപ്പോഴും ഓർത്തേക്കണം. പുറകിലെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാണ്. അത് നിങ്ങൾ ഈ തലക്കെട്ട് കെട്ടി അടച്ചു വെക്കരുത്. ഞാൻ പോരാളിയാണെന്ന് പറഞ്ഞാൽ തലക്കെട്ട് കെട്ടുന്നത്. തലക്കെട്ട് കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പുറകിലെ കണ്ണ് അടഞ്ഞു പോകും. ദൈവത്തിൻ്റെ കണ്ണാണത്. എൻ്റെ പ്രശ്നം വെച്ചാൽ ദൈവമാണ്. നമുക്കെല്ലാവരും കാണാൻ പറ്റില്ല മക്കളെ. ജോലി ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകുന്ന നിർബന്ധമില്ല. ആരോഗ്യം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ടെന്ന് നിർബന്ധമില്ല. കുറേ പകുതിയോളം കാര്യം ദൈവത്തിൻ്റെതാണ്. ആദ്യമേ തന്നെ നമ്മൾ അഹങ്കാരത്തിൻ്റെ വാള് വെച്ച് കീഴടങ്ങണം. കർത്താവേ, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ, ഞാൻ അന്ധനാണെന്ന് പറയണം. എനിക്ക് കാണേണ്ട പോലെ കാണാൻ പറ്റണില്ല, ഞാൻ കാണുന്നതെല്ലാം മാത്രമേ ഉള്ളെന്ന് ഞാൻ ധരിക്കുന്നു, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ. അവിടെയാണ് എളിമ വരണത്. എളിമ ഉണ്ടെങ്കിൽ നമ്മൾ ആശ്രയം ഉണ്ടാകും. ഇപ്പം ഈ റോസ്റ്റിൻ്റെയും ബെന്നിയുടെയും വിഷയം എന്താ? മഴ ഇങ്ങനെ കനക്കണ സമയത്ത് റോസ് കൊന്തയും ചൊല്ലിക്കൊണ്ട് ഈ പാടശേഖരത്തിന് ചുറ്റും നടക്കുകയുണ്ട്. ബെന്നിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. ഇത് നമ്മൾ ഉടമ്പടി എടുത്ത പാടശേഖരമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ മൂലം ഇവിടെയുള്ള പാടശേഖരങ്ങളെല്ലാം രക്ഷപ്പെടും. കാര്യം എന്താ? നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. ഇവർക്ക് പറയണ കറക്റ്റാണ്. അപ്പോൾ ബെന്നിക്ക് പക്ഷേ ഇവളിങ്ങനെ ഈ വേദവേശമൊക്കെ പറഞ്ഞെങ്കിലും ബെന്നിക്ക് അത്ര വിലപ്പോണില്ല. അത് ഭാര്യയുടെ സ്ഥിരം വേദോപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തള്ളിക്കളയും. അപ്പോൾ അമ്മയോട് പറയും, അമ്മേ, ബെന്നി വിശ്വസിക്കണില്ല, ഞാൻ തലകുത്തി പറഞ്ഞിട്ട് പോലും ഇതിന്മേ ഒരു മഴക്കാറ് വീഴത്തില്ലെന്ന് എനിക്കറിയാം, എനിക്കും അമ്മയ്ക്കും അറിയാം. പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. അപ്പം ബെന്നിക്കൊരു അടയാളം കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അവൾക്കെന്തൊരു അധികാരമാണ് അമ്മയോട് സംസാരിക്കാൻ. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. ബെന്നിക്കൊരു അടയാളം കൊടുക്കാൻ പറയും. അതെന്തൊരു കമാൻഡാണ്, അമ്മയോട് പറയണതാണ്. ആ പറഞ്ഞ് വായി നാക്കിട്ടില്ല, അപ്പം തന്നെ മഴവില്ലിങ്ങനെ വന്ന് വീശിയങ്ങൾ നിൽക്കും പാടത്ത്. അപ്പം ബെന്നി വിളിക്കും, ബെന്നി നോക്ക്, അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും. അതാണ് ബന്ധം എന്ന് പറയണത്. ബെന്നി നോക്ക്, അമ്മ വന്നിട്ടുണ്ട്, ഇപ്പം മതിയാ. ചോദിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ല ദൈവത്തോട്.
ഗതികെട്ടാൽ ചോദിക്കണം. ചോദിച്ച് ദൈവത്തിനെ പരീക്ഷിക്കാതിരിക്കണം എപ്പോഴും നല്ലത്. പക്ഷെ ഇപ്പോൾ ബെന്നി വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവളങ്ങനെ പറയണത്. പിന്നെ എന്താ സംഭവിക്കണമെന്നറിയാം? പിന്നെ അവൾ പറയണതേ, പിന്നൊരു വെയിലിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അച്ഛാ, ഇവിടെ ഈ പാടശേഖരത്തിൽ വെള്ളം പറ്റിയ വഴിയറിഞ്ഞില്ലെന്ന്. ഞങ്ങൾക്ക് എല്ലാ പാടശേഖരത്തിലും കൂടി വണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോയെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മേ, വണ്ടിയെല്ലാം ഓരോരുത്തർ പാർട്ടി ബേസിലൊക്കെയല്ലേ വണ്ടി കിടക്കണത്. അപ്പം അതുകൊണ്ട് വണ്ടിക്കാർ അവരുടെ ബന്ധമുള്ള പാടശേഖരങ്ങളിലൊക്കെയാണ് വണ്ടി ഓടിച്ച് അത് കൊയ്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ 4 വണ്ടി ഒരുമിച്ച് വരും. എന്നിട്ട് അവരങ്ങോട്ട് കൊയ്ത് ടക്കടകാന്ന് കൊയ്ത് 9 ഏക്കറും കൊയ്ത് കൊടുത്തിട്ട് പോകും. ഒരു നെല്ല് പോലെയാണ്. അപ്പോഴുണ്ട് ഗവൺമെൻറ് വിളിച്ച് പറയണ് 100-ന് 8 വേണ്ട, 100-ന് 1 മതിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നോക്കി എന്ത് അത് ആ സെക്ഷൻ പോണ പൂക്ക് കണ്ടില്ലേ, അതെന്ന് പറയണത് ഉടമ്പടിയാണ്. ഒരിക്കൽ കൂടെ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് വിനു. ഞാൻ തൃശ്ശൂർ ലൂർദ് പള്ളി ഇടവകക്കാരിയാണ്. എൻ്റെ മകൾ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2024 മാർച്ച് 22-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. മകള് ജൂലൈ 22 ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നത് മകൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ വന്ന് മോൾ ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുൻപായിട്ട് 2 നെറ്റ് എക്സാം എഴുതി. ആ സമയത്താണ് ഇവൾ PhDക്ക് അഡ്മിഷൻ ആഗ്രഹിച്ച സമയത്താണ് ഗവൺമെൻറ്റിലൊരു റൂള് വന്ന് നെറ്റ് പാസ്സാവാതെ PhDക്ക് അഡ്മിഷൻ കിട്ടില്ല. ആ 2 പ്രാവശ്യവും എൻട്രൻസ് എഴുതി. 2 മാർക്കിന്, ഒരു പ്രാവശ്യം 3 മാർക്കിന് അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഇവൾക്ക് ഭയങ്കര സങ്കടമായി. ഉടനെ ഇവളും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ടും ഒരു എക്സാമും കൂടെ എഴുതി. അതും ഇതേപോലെ തന്നെ ക്ലിയർ ചെയ്തില്ല. പക്ഷെ അന്ന് അതിനുശേഷം പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ ഇവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ സിംബിയോസിസിൽ ഇങ്ങനെ ഇവളുടെ സബ്ജക്റ്റ് ഇൻ്റർനാഷണൽ റിലേഷനാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു കോളേജാണത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ആഗ്രഹിച്ചു, അവിടെ കൊടുക്കാം. പക്ഷേ അവിടെയും 9 സീറ്റേ ഉള്ളൂ. 6 സീറ്റ് നെറ്റ് ക്ലിയർ ചെയ്തവർക്കും 3 സീറ്റാണ് നെറ്റ് ക്ലിയർ ചെയ്യാത്തവർക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് ഇവള് ഉടമ്പടി എടുത്ത് 1 വർഷം കഴിഞ്ഞ സമയത്ത് 22-ാം തീയതിയാണ്, ജൂലൈയിലാണ് വന്നത്. എക്സാം അവൾ ക്ലിയർ ചെയ്തു. എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് സീറ്റ് നമുക്ക് കിട്ടിയില്ല. അവിടെ എൻട്രൻസ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു 8 മെമ്പേഴ്സ് ഉള്ള ഒരു പാനലാണ്. നമ്മുടെ പ്രൊപ്പോസൽ അവിടെ പ്രസൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ നിന്നുള്ളവരും അബ്രോഡ് പുറത്തു നിന്നുള്ളവരൊക്കെ ആ പാനലിലുണ്ട്. ഇവള് ഒരുങ്ങിയിട്ടൊക്കെ തന്നെയാണ് അതിന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാശ് രൂപെല്ലാം പിടിച്ചിരുന്നു. ഇവൾ പ്രസൻറ്റ് ചെയ്ത് കുറച്ച് വൈഡായി പോയി. ഇവൾ പറഞ്ഞ കുറേ പോയിൻറ്റ്സ് അവർ ചോദിച്ചപ്പോൾ ഇവൾക്ക് ആഗ്രഹിച്ച വിധത്തിലൊന്നും പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ കാശ് രൂപം കയ്യിലെടുത്തിരുന്നു. ഇവൾ ജപമാല ചൊല്ലിയിട്ട് തന്നെയാണ് അവിടെ കയറിയത്. പക്ഷേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ ഇടപെടുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. എല്ലാ മാസം 13-ാം തീയതി ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലിയും 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാവശ്യം 14-ാം തീയതി ഓഗസ്റ്റ് 14-ാം തീയതി ഇവളുടെ റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ അവൾ ക്ലിയർ ചെയ്തു. അവൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു. അടുത്തൊരു പ്രശ്നം ഗൈഡിനെ കണ്ടെത്തി പിടിക്കുക എന്നത് നമ്മൾ തന്നെ ചെയ്യണം. അഡ്മിഷൻ കിട്ടിയാലും അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത് ഗൈഡിനെ കിട്ടി ഗൈഡിൻ്റെ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് 2 പേരെ ഗൈഡായിട്ട് കിട്ടി. അപ്പോൾ അതിലൊരാളെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരു മാമിനെ, മറ്റേതൊരു സാറായിരുന്നു, ഒരു കാശ്മീരി സാറാണ്. അപ്പോൾ മാമിനെ തന്നെ എടുക്കാമെന്നുള്ളൊരു വിധത്തിൽ മുന്നോട്ട് പോയി.
അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ മോൾക്ക് ഫെലോഷിപ്പും കിട്ടി. പക്ഷേ ഈ ഫെലോഷിപ്പിൻ്റെ പേപ്പർ ഈ സെപ്റ്റംബർ 23 നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഓണത്തിൻ്റെ വെക്കേഷൻ്റെ സമയത്തൊക്കെ മാമിനെ വിളിക്കുമ്പോൾ മാം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾക്കും വിഷമമായി. അവിടെ നിന്ന് അങ്ങോട്ട് കുറേ തടസ്സങ്ങളായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് അവസാനമായിപ്പോൾ മാം പറഞ്ഞു, പേഴ്സണലി എനിക്കൊരു ഇഷ്യൂ വന്നു, ഞാൻ ആ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു, എനിക്ക് ഗൈഡാവാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വഴിയില്ല. ഞങ്ങളോട് മുൻപ് പറഞ്ഞ സാറിനെ ഞങ്ങൾ മെയിൽ ചെയ്തു. അവരുടെ ഒന്നും ഫോൺ നമ്പറിലൊന്നും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പാടില്ല, അത് റൂളിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മെയിലിൽ കൂടെ മാത്രമാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിലിൽ കൂടെ കോൺടാക്ട് ചെയ്തു. അവരാരും ആദ്യം പറഞ്ഞ സാറ് പറഞ്ഞു, ഓൾറെഡി മോളെ ഞാൻ ഇത്ര ദിവസമായില്ലേ, ഞാൻ വേറെ ആളെ എടുത്തു. ബാക്കി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പോവേണ്ട ദിവസം എടുത്തു, ഫെലോഷിപ്പും നഷ്ടമാവും എന്നുള്ളൊരു അവസ്ഥയായി. ഈ സെപ്റ്റംബർ 20 ഞങ്ങൾ ഇവിടെ വരാം. ഫ്രൈഡേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇവിടേക്ക് വരാം. പക്ഷെ അന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അവിടെ റോഡ് ടാറിട, വണ്ടികളൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഡ്രൈവ് ചെയ്യൂല, വണ്ടി കിട്ടൽ സാധിക്കില്ല. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു 3 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാം, വണ്ടി കിട്ടിയാൽ നമുക്ക് പോരാം. അത്ഭുതകരമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി. ഞങ്ങൾ ഇവിടെ എത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ജോസഫച്ചനെ കാണാൻ സാധിച്ചു. ജോസഫച്ചൻ ഇവളുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കും. അത്ഭുതകരമായി ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെ ഇവളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വന്നു. ഒരു സാറ് സമ്മതം ഗൈഡാവാനും ഫെലോഷിപ്പിൻ്റെ എല്ലാ പേപ്പേഴ്സും സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 22 മൺഡേ ആണ് അവൾ പൂനെക്ക് പോയത്. അവിടെ 23 പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. 23 ഇവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. അവിടെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അമ്മ എങ്ങനെ ഇടപെട്ടെന്ന് അവൾ തന്നെ പറയും. എൻ്റെ പേര് ആതിര. അപ്പോൾ 20 ശനിയാഴ്ച ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ എന്നോട് സംസാരിച്ചു. മാതാവിന് വേണ്ടി സാക്ഷ്യം പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ റോസറിയൊക്കെ എത്തിച്ച്, മാസ് കഴിഞ്ഞ് റോസറി എത്തിച്ചിട്ട് ആരാധനയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോണ വഴിക്കാണ് ഈ മെയിൽ വന്നത്. അപ്പോൾ മെയിൽ വന്നപ്പോഴും സാറ് പറഞ്ഞു, അവിടെ വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു 23rd മോർണിംഗ്. അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം പൂനെ ടൗണിൽ നിന്ന് ഒരു 1.5 hours ഡിസ്റ്റൻസ് ഉള്ള ലാവലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ സാറിനെ കാണാൻ വരേണ്ടത് എനിക്ക് വീണ്ടും തിരിച്ച് ടൗണിൻ്റെ ഉള്ളിലേക്ക് 1.5 മണിക്കൂർ വന്ന് ഒരു 40 കിലോമീറ്ററോളം എങ്ങാണ്ടുണ്ട്. അവിടെ വരെ വന്നിട്ട് വേണം ഈ സാറിനെ കണ്ട് ഒപ്പ് മേടിക്കുക. അപ്പോൾ 23rd 24th മാത്രമാണ് അവിടെ നിൽക്കണേ. ഈ 24th വൈകുന്നേരത്തിന് ഉള്ളിൽ സർട്ടിഫിക്കറ്റ്സും ഫെലോഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സും എനിക്ക് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫെലോഷിപ്പ് അവർ വേറെ ആൾക്ക് കൊടുക്കും, നമ്മുടെ ഓപ്പർച്യൂണിറ്റി പോവും. അപ്പോൾ എനിക്ക് സാറിന് മെയിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ മെയിൽ അയച്ചു, സാറിനോട് പറഞ്ഞു ഞാൻ വരാം സാറേ, എന്തായാലും മാതാവ് എനിക്കൊരു ആൻസർ തന്ന പോലെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെയിൽ തന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ കാലത്ത് തന്നെ ആ പ്രോഗ്രാമിലെ കോർഡിനേറ്റേഴ്സിനോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ പോകണം, ഞാൻ ഇത്രയും ദൂരത്തു നിന്നാണ് വരണേ, എനിക്ക് തിരിച്ച് പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് കൊന്തയും പിടിച്ചാണ് ഞാനിത് ഇവർ മീറ്റ് ചെയ്യാൻ പോയേ. അതുകൊണ്ട് വീണ്ടും ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാൻ വീണ്ടും പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരി പോയിക്കോ, പക്ഷേ 4:30 ഉള്ളിൽ എത്തിയില്ലെങ്കിൽ അന്നത്തെ ആ ഒരു അറ്റൻഡൻസ് എൻ്റെ പോകും. അറ്റൻഡൻസ് പോയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അഗെയിൻ ആ ഒരു അഡ്മിഷന് അത് പ്രോബ്ലം ആവും. അപ്പോൾ 1:30 ഉബർ അങ്ങനെ ഒന്നും കിട്ടണില്ല. എന്നിട്ട് എന്തോ ഒരു അത്ഭുത പ്രകാരം ഒരു ഹിൽ പോയിൻ്റാണ്, അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വരാൻ. ഒരു ഓട്ടോ കിട്ടി. എന്നിട്ട് ഓട്ടോ എങ്ങനെയാണ് അവിടെ ഒരു 3 മണിക്കുള്ളിൽ എത്തിയെന്ന് അറിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഹോളിഡേ കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് അവിടെ പോയി. അപ്പോഴും ഞാൻ കാശുരൂപം പിടിച്ചു. ആദ്യം അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ഒന്നും ആദ്യം കയറ്റിയില്ല, കാരണം എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു മെയിൽ ഉണ്ടായിരുന്നുള്ളൂ സാറിനൊക്കെയാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് സാറിന് ഒന്നും കൂടി മെയിൽ അയച്ചു. സാർ എന്നെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, കാരണം പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ഈ സാറിനോട് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. സാറിന് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അല്ലേ സാറിന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അവിടെ പോയി, പക്ഷേ സാറ് ഒരു കുഴപ്പവും പറഞ്ഞില്ല. സാർ എനിക്ക് എല്ലാ ഒപ്പൊക്കെ ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് അഗെയിൻ ആ ഒരു 4:30 മുമ്പ് എത്തണം എന്ന് പറയണത് വളരെ ഇമ്പോസിബിൾ ഒരു സിറ്റുവേഷൻ, കാരണം അത്രയും ട്രാഫിക്കാണ്
സ്കൂളൊക്കെ വിട്ട സമയം. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഹിൽ സ്റ്റേഷനിൽ സാറിനെ കാണാനും തിരിച്ചു റിട്ടേണും എസയ്യ 45:2 അത് എത്തിച്ച് റോസറി എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി 4:30 അവിടെ എത്തി. അപ്പോൾ ഞാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് PG 2024 പാസ് ഔട്ടാണ് ഞാൻ. PG സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ ഏപ്രിലിൽ എനിക്ക് കിട്ടുള്ളൂ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 24 സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ അഡ്മിഷൻ പോവും. പക്ഷേ അഗെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ അത് അന്ന് 23 എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞു. 24 ഈവനിങ് ആണ് ഞാൻ റിട്ടേൺ വരണേ. 24 മോർണിംഗ് ഞാൻ വീണ്ടും അവരോട് പോയി സംസാരിച്ചു. ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷനായി. അപ്പോഴും ഞാൻ കൊന്തെത്തിച്ചു. ഞാൻ അമ്മോടൊക്കെ വിളിച്ചു പറഞ്ഞു, അവരും കൊന്തെത്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പോയി. അപ്പോൾ ഒരു മാമിനെ കാണണം. പക്ഷേ ആ മാം ഞാനൊരു 30 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു. പക്ഷേ മാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആയിക്കൂടി മീറ്റ് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരം ഒരു 4:30 4:30 to 5 മണി വരെ. ആയിക്കൂടി ഒരു അരമണിക്കൂർ ഞാൻ അവരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 3 മണിക്ക് കരുണക്കൊന്ത എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അവരൊന്ന് കാണാൻ പോയി. ഒരു മിറാക്കിൾ പോലെ അവരവിടെ ഉണ്ടായിരുന്നു. ആ മാമിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ മാമിൻ്റെ കൂടെയുള്ള വേറെ സാറ് പറഞ്ഞില്ല, സർട്ടിഫിക്കറ്റില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു. ഞാനിങ്ങനെ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ച് വീണ്ടും വന്നിട്ട് ഈ മാമിനോട് ഒന്നും കൂടിയും ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു, മാം ഞാൻ അവരുടെ വല്ല ബോണഫൈഡ് എങ്ങാനും തരാം, അന്നാലെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ മാം പറഞ്ഞു കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഇല്ലേ, അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ആ കരുണക്കൊന്ത എത്തിച്ച് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. PG സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ഫെലോഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. എനിക്ക് ലാസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങി. മാതാവിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്ന ഉടമ്പടി പത്രം വീടുകളിൽ പോയി കൊടുക്കും. പലരും വളരെ തമാശയായിട്ട് അതിനെ കാണാറുണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു കൃപാസന പത്രം ഒരു മോശക്കേടും തോന്നാതെ തന്നെ വീടുകളിൽ കയറി ഇറങ്ങി തന്നെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ, പിന്നെ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അവിടെ ഉള്ള പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കാറുണ്ട്. ഞാൻ സെൻറ്റ് മേരീസ് കോളേജിലെ അധ്യാപികയാണ്. എൻ്റെ കോളേജിലെ സ്റ്റാഫിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ചിലവരൊക്കെ വാങ്ങാതെ പോവും. പക്ഷെ അപ്പോൾ അവരോട് ഞാൻ ഇതിൻ്റെ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുമാതിരി ഒത്തിരി സങ്കടത്തിലൊക്കെ വരുന്നവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ തൈലം കൊടുക്കാറുണ്ട് രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അതേപോലെ സഹായങ്ങളെന്ന് പറയണത് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ മാതാവ് ഈ ഒരു വർഷക്കാലം ഉടമ്പടി എടുത്തേപ്പിന് നമ്മുടെ മുൻപിൽ എത്തിക്കാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. വിശുദ്ധ ബലി എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ്. അതുമാതിരി ജപമാല പ്രാർത്ഥന മുടങ്ങാതെ എത്തിക്കാറുണ്ട്. 4 ജപമാലയൊക്കെ സാധാരണ ചെല്ലാറുണ്ട്. പിന്നെ മോർണിംഗിലുള്ള ഡെയിലി ബ്രെഡ് അത് മുടങ്ങാതെ കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പത്രമാണ്. പലപ്പോഴും അത് കൊടുക്കാൻ പലർക്കും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഓർക്കണം, അത് കൊടുക്കുന്നതിലൂടെയാണ് എനിക്ക് തോന്നുന്നു അത് വലിയൊരു സാക്ഷിയാണ്. ഒരു മനക്കേടും കൂടാതെ നമ്മൾ അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമുക്ക് ലോകത്തിൻ്റെ എല്ലാവിടെയും പോകാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു കൃപാസന പത്രം കൊടുക്കുന്നതിലൂടെ ഈശോയുടെ സുവിശേഷം തന്നെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. മാതാവിനും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് ഷിൻസി. ഞാൻ കോട്ടയം ജില്ലയിലെ വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 3 മക്കളാണ്. എൻ്റെ 3ാമത്തെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. കുഞ്ഞിനെ 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പും അതുപോലെ തന്നെ ക്ലെഫ്റ്റ് പാലറ്റും ഉണ്ടെന്ന്. സാധാരണ സ്കാനിങ്ങിൽ നോക്കിയപ്പം ലിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ, പാലറ്റ് ലിപ്പും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 4D സ്കാൻ ചെയ്യാൻ പറഞ്ഞു. 4D സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡീപ്പ് ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റും ഉണ്ടെന്നാണ് അറിഞ്ഞത്.
അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനും ചേട്ടായും കൂടെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ജീവിതം നയിക്കുമായിരുന്നു. 9 മാസം വരെയും കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റും ഉണ്ടെന്ന് തന്നെയാണ് എല്ലാ സ്കാനിങ്ങിലും പറഞ്ഞത്. സിസേറിയൻ ആയിരുന്നു എനിക്ക്. സിസേറിയൻ്റെ അന്ന് പോലും ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് ക്ലെഫ്റ്റ് പാലറ്റുണ്ട്, കുഞ്ഞിന് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ എന്നും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ തന്നെ 5:30-ക്കുള്ള അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി ഞാൻ കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അത് വെറും വയറ്റിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് വെഞ്ചിരിച്ച ഉപ്പ് ഇട്ട വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക വരെ ഞാൻ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും ഞാൻ സർജറിക്ക് പോകുന്നതിൻ്റെ അന്ന് രാവിലെ വരെയും ഞാൻ ഈ വെഞ്ചിരിച്ച ഉപ്പ് ഉപയോഗിച്ച വെള്ളവും തൈലം എൻ്റെ വയറ്റിൽ തൊട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ വയറ്റിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. 2024 ഒക്ടോബർ 10-ാം തീയതി 21-ാം തീയതിയാണ് ഒക്ടോബർ 21-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ജനുവരി 26-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഫെബ്രുവരി 4-ാം തീയതിയാണ് കുഞ്ഞുണ്ടാകുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം ദൈവാനുഗ്രഹത്താൽ കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പാലറ്റ് ഇല്ലായിരുന്നു. എൻ്റെ അമ്മേനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കുഞ്ഞിന് പാലറ്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കൂടെ മൂക്കിക്കൂടെ എല്ലാം പുറത്തേക്ക് വരത്തേ ഉള്ളൂ. നമ്മൾ കുപ്പിപ്പാൽ പോലും കുഞ്ഞിന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞിൻ്റെ നെറുകയിലെല്ലാം കയറി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിന് ലിപ്പുണ്ടെങ്കിൽ പാലറ്റ് നീ കൊടുക്കരുത്, ലിപ്പുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് അത് പാല് എനിക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ കുഞ്ഞിന് പറ്റണേന്ന് ഞാൻ എന്നും അമ്മേനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എന്നെ സഹായിച്ച് എൻ്റെ കുഞ്ഞിന് പാലറ്റില്ല, ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർജറിക്ക് ചെന്നപ്പോൾ പോലും ഡോക്ടർമാർ പറഞ്ഞു 1% കുഞ്ഞിന് പാലറ്റ് കാണും, കാരണം ഇത്രയും ഡീപ്പ് ലിപ്പാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവനൊരു ചെറിയ വെട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് എന്താണേലും പാലറ്റും കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സർജറി ചെയ്യുന്ന ഡോക്ടർമാർ പോലും. പക്ഷെ നോക്കിയപ്പോൾ കുഞ്ഞിന് പാലറ്റില്ല, ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ അതുപോലെ തന്നെ എൻ്റെ മൂത്ത കുഞ്ഞ് 3 വയസ്സായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടിയിലുണ്ടായിരുന്നു. മമ്മി ഇവിടെ വന്ന് ഇവന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. എന്നും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം തേച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. 3 വയസ്സിന് ശേഷം ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് അവന് ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് മമ്മി വീടുകളിൽ കൊടുക്കും, ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ, കുറവലങ്ങാട് ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഞാൻ ഓരോ കടകളിൽ കയറി പത്രം കൊടുക്കും. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ചേട്ടന്മാർക്ക് ഓരോ ഓട്ടോക്കാരുടെ അടുത്തും പോയി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അധികമൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഭക്ഷണം മേടിക്കാനും, വീടുകളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ അവരെ ആരെയും പറഞ്ഞു വിടാറില്ല. ഞാൻ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ദൈവകുമാരനും മാതാവിനും 1000 നന്ദി.